ഈ ആക്ട് അനുസരിച്ചിട്ട് ജാതിയും മതവും പാടില്ല. അതല്ലേ ഇതിപ്പോ പറഞ്ഞതേ, ഇതിനകത്ത് ആദ്യം ഒരു ആമുഖം ഉണ്ടാവും. ആമുഖത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തനം വരാൻ പാടില്ല. അങ്ങനെ പറ്റുമോ? അതായത് ഈ തിരഞ്ഞെടുപ്പ് ഏർപ്പാടൊന്നും വേണ്ട, എങ്കിൽ അത് ശരിയാവില്ല. ഇത് ശരിയാവില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ഇവരാരും നേരെ കൈകാര്യം ചെയ്തിട്ടില്ല, നിങ്ങളാരും കൈകാര്യം ചെയ്തില്ല. അപ്പം ഞാനില്ലാത്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യില്ല. നിങ്ങളൊരു പ്രസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെടുത്താതിരിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിങ്ങനെയാണെങ്കിൽ ഞാനിത് പറയുന്നതേ, നിങ്ങളാരും ഇതിനൊരു മഹിമ കൊടുത്ത് പ്രവർത്തിച്ചില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലുണ്ടെങ്കിൽ പറയാം, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ശരി. ഞാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല, കൊണ്ടുപോവുകയില്ല എന്നുള്ളത് തീർപ്പായില്ലേ. നിങ്ങൾ ആരും ഇത് ബന്ധപ്പെട്ട വകയല്ല, നിങ്ങൾ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല. ഉള്ളതിന് നിങ്ങൾ ഈ വഴിക്ക് ചെയ്യുകയും ചെയ്തു. ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നത് ശരിയില്ല. നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വമില്ല. പ്രവർത്തിക്കാതിരുന്നുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ ചെയ്യാനുള്ള ഇത് നമ്മുടേതായ ഒരു നിയമം. അതായത് ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരെ അറിയണം എന്ന് വെച്ചാൽ അറിയണമെന്നേ ഉള്ളൂ. അത് മനസ്സിലായ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരെ അറിയണം. എന്നാൽ ഒരു 4 പേരെ തിരഞ്ഞെടുക്കുകയാണ് ഒരു കൊല്ലത്തെ ഭരണത്തിൽ. ആ 4 പേര് ഒരു കൊല്ലത്തെ ഭരണം കൊണ്ട് അവര് കാഴ്ചവെക്കുന്ന എന്താണോ അതനുസരിച്ച് പിന്നെ 4 പേരെ തിരഞ്ഞെടുക്കണം. അവരുടെ നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ അവരെ തന്നെ തുടരാൻ അത് ഒക്കെ ഇല്ല, ഇവർ ചീത്തയാവും. നമ്മുടെ അനുഭവത്തിൽ അതല്ലേ. അടുത്ത പ്രാവശ്യം മാറിക്കണം, അല്ലെങ്കിൽ അത് ചീത്തയായിട്ട് വരും. ഇവരെ ഒന്നിനെ അനുസരിക്കാത്തവരാണ്.